അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹിന്റെ ജമാഅത്ത് നിസ്കാരത്തിന് വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നിസ്കാരങ്ങളും സർവ്വ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ മഹാനവറുകൾ ചൊല്ലുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു ഖാല അലൈക്കും ബിഖിയാമിൽ ലൈൽ നിങ്ങൾ എന്താക്കൂ ജാവത്തെ നിസ്കാരം ഉണ്ടല്ലോ സുന്നത്ത് നിസ്കാരം അത് നിങ്ങൾ നിലനിർത്തും. ജാവത്തെ സുന്നത്ത് നിസ്കാരം സമയത്ത് തഹജ്ജുദ് നിസ്കാരം എപ്പോ സുന്നത്താവണോ ഉറങ്ങിയാൽ പിന്നെ ഇശാ നിസ്കാരം പിന്നെ ഉറങ്ങണം. അപ്പൊ ഒരു വർക്കായിട്ട് ചെറിയ ഒരു വർക്കായിട്ട് പിന്നെ എച്ചിട്ട് അവർക്ക് തഹജ്ജുദ് നിസ്കാരം ഉറങ്ങാത്തവർക്ക് തഹജ്ജുദ് നിസ്കാരം ഇല്ല. അപ്പൊ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്തർ നിസ്കരിച്ചിട്ട് ഉറങ്ങണം. വിത്തർ നിസ്കരിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ ടൈമും സുബ്ഹി ബാങ്കിന് മുന്നുള്ള ടൈം തഹജ്ജുദിന്റെ ടൈമുണ്ട്. കുറേ ജാവ് ഉറങ്ങിയിട്ട് എച്ചിട്ട് വിത്തർ നിസ്കരിക്കുമ്പോൾ നല്ല മഹത്തായ ടൈമായിട്ട് സുബ്ഹിന് മുന്നൽ ബാങ്ക് മുന്നലായിട്ട് അവസാന ടൈമാണ് വിത്തർ നിസ്കരിക്കുക. അങ്ങനെ വിത്തർ പോടുന്നൊരു കാലത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ട്രൈ ആക്കണം. അപ്പൊ ജാമന സുന്നത്ത് നിസ്കാരം തഹജ്ജുദ് നിസ്കാരം അത് അവനക്കും ഞങ്ങളെ മുന്നറുള്ളേ ഒരുപാട് കഴിഞ്ഞുപോയ സ്വാലിഹീന ഞങ്ങളെ ഉപ്പാപ്പന്മാർ അതേപോലെ സൂഫി പണ്ഡിതന്മാർ അതെല്ലാവരും നിലനിർത്തി ഒരു സുന്നത്ത് നിസ്കാരമായിട്ട് കിടപ്പം ഞങ്ങൾ എന്താക്കണോ അതിന് നിലനിർത്തിയിട്ട് പോകണു. പള്ളിയിലാവട്ടും ഔത്തലാവട്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ട് ഞങ്ങൾ ദഫൻ ഭൂമി അവിടെ തീര ഖബർസ്ഥാൻ അവിടെ തീര ഞങ്ങൾ ഔത്തറിന് ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദുആ മജ്ലിസാക്കുന്നു, മൗലിദ് ഓതുന്നു, ഖുർആൻ ഓതുന്നു, സിക്ർ ചൊല്ലുന്നു, ഔത്തറും സുന്നത്ത് നിസ്കരിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരപ്പ ഞങ്ങൾ ഔത്തറ് നിസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നോട്ട് സ്വാലിഹീന ഖബറക്കും നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീന സുന്നത്ത് നിസ്കാരമുള്ള തഹജ്ജുദ് നിസ്കാര ജാവത്തെ നിസ്കരിച്ചുകൊണ്ടിരുന്നാറ്. അപ്പൊ നാളെ പെണ്ണായി ಗೊತ್ತಾವತ್ತ ರೂಪದಲ್ಲಿ ನಾಳೆ ಬಾಪಮ್ಮರು ಗೊತ್ತಾವತ್ತ ರೂಪದಲ್ಲಿ ಯಾರು ಗೊತ್ತಾವತ್ತ ರೂಪದಲ್ಲಿ ನಕ್ಕೂ ನನ್ನ ರಾಜಾವಾಯ ಅಲ್ಲದು ಮಾತ್ರ ಗೊತ್ತಾವಣ ಮೂನಾವತ್ತೆ ಆಳಿಗೆ ಗೊತ್ತಾವತ್ತೀರ ಎಲ್ಲರೂ ಹೊರಗೆಪ್ಪ ಎಲ್ಲ ಹೆಚ್ಚಿಟ್ಟು ಎಲ್ಲ ಟಾಯ್ಲೆಟ್ போயிட்டு உருவாக்குறோட போயிட்டு உருவாக்குறோட ചക്രക്കാത്ത് ഒന്നുമല്ല ആക്കിയിട്ട് ഔത്രൊക്കെ വന്നിട്ട് നല്ല ചക്രക്കാത്ത് നിസ്കരിച്ച് എന്നിട്ട് റബ്ബറൊട്ടിക്ക് ദ്വാരക്ക ആ നിസ്കാരത്തിൽ നിസ്കരിച്ചിട്ട് ദ്വാരത്തിൽ അല്ലാഹു തആല ഉത്തരം തരുന്ന അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ജാവത്ത് നിസ്കരിച്ചാൽ ഞങ്ങൾ എന്താവൂ ഇനി പണ്ട് തലമുറ ഇഷ്ടപ്പെടുന്ന പുള്ളിമാർ ഞങ്ങളുടെ മക്ക അപ്പൊ ഞങ്ങൾ കബറിലിക്കട ആ ടൈമുള്ളൂ അവ എന്താവുന്നത് രണ്ടവും വലിയായിട്ട് പറഞ്ഞത് എന്താവുന്നത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾ നിസ്കരിക്കില്ല പിന്നെ അതില്ലാണ്ടായി പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ജാവത്തെ ചക്രക്കാർ സുന്നത്ത് നിസ്കരിച്ചെങ്കിൽ വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും രാജാവായ അല്ലാഹുവിനെ നമ്മുടെ മനസ്സ് എത്തോടവും അങ്ങനെ മുട്ടാവണവും റബ്ബിനെ മുട്ടാവണം ഏറ്റവും നല്ല ഇബാദത്തായിട്ട് ഞങ്ങൾക്ക് അല്ലാഹുവിനെ അടുപ്പിക്കൊള്ളൂ. ഞങ്ങളെ അൽബും ഏറ്റവും അടുക്കണമെന്ന ഒരു ഇബാദത്തായിട്ട് അത് ചാവത്തെ ചന്ദ്രക്കാലത്ത് സുന്നത്ത് നിസ്കാരം. അപ്പൊ ചമ്മനാറാക്കി കുറേ സ്പീഡിൽ ചമ്മ നിസ്കരിക്കില്ല. കാരണം ചന്ദ്രക്കാലത്ത് സ്ലോ ആയിട്ട് കറക്റ്റ് ഫാത്തിഹ ഓതിട്ട് സൂറത്ത് ഓതിട്ട് സുജൂദിലുള്ള ചമ്മനാറാക്കിയിട്ട് മുത്തുള്ള ദ്വാ എല്ലാം കണ്ടിട്ട് സുജൂദിലുള്ള ചമ്മനാറ ദിക്ർ ചോദിച്ചു ചമ്മനാറ ദ്വാ അറിഞ്ഞിട്ട് സ്ലോ ആക്കിയിട്ട് ചന്ദ്രക്കാലത്ത് നിസ്കാര അല്ലാതെ ഞങ്ങൾ നിസ്കരിക്കുന്നു. അല്ലാതെ ഏറ്റവും അടുപ്പമുള്ള ഇബാദത്തായിട്ട് ജാവത്ത് നിസ്കാരം ഇതെല്ലാം കേട്ടിരിക്കുവാറ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോടെല്ലാം കേൾക്കണി എന്തെങ്കിലും ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിസ്കരിക്കണോണ്ട് കേട്ടില്ലേ നിസ്കരിച്ച് കാല് ബീറ്റ് കാല് തന്നി വന്നിട്ട് ലാസ്റ്റ് നബിയൊട്ടിಗೆ പെണ്ണായി കേട്ട് എന്ത് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കണോ. അപ്പൊ ആയിഷ ബീവിയോട്ടിಗೆ അല്ലാഹുവിന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോ അഫല അകൂന അബ്ദൻ ശകൂറ ನಾನು ನನ್ನ ರಬ್ಬಡ ಮುಂದರು ഒരു നന്ദിയുള്ള അടിമയാവട്ടെ ആയിഷ. അപ്പൊ അന്നേരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കുന്നത് ನಾನು ನನ್ನ ರಬ್ಬಡ മുട്ട ഒരു നന്ദിയുള്ള
അല്ലാഹ് ഇത്തരമുള്ള അനുഗ്രഹമാക്കി തന്നേക്കൂ ഒരു നന്ദിക്കാക്കി അടിമ ആവട്ടെ ചോദിച്ചു ചാവ് നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ചക്രക്കാലത്ത് നിസ്കരിച്ചുകൂടെ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ചാവത്ത് ചക്രക്കാലത്ത് നിസ്കരിച്ചെങ്കിൽ ഞങ്ങളെ എല്ലാ ചെറുദോഷങ്ങൾ അള്ളാഹു താങ്കൾ മാഫാക്കളെ വലിയ വലിയ വന്തോഷമല്ല അതെല്ലാം മാഫാക്കുന്നുണ്ടെങ്കിൽ തൗബ ചെഞ്ചിട്ടേ ആവണു ചെറിയ ചെറിയ ദോഷമല്ല ഞങ്ങൾ ചാവ് ചക്രക്കാലത്ത് ഒന്നര വീണിച്ച് അല്ലാഹു അക്ബർ അങ്ങനെ അല്ലാഹു അക്ബർ ചൊല്ലപ്പോൾ അല്ലാഹു വലിയവನು ചൊല്ല ചിന്ത അല്ലാഹു ഈ ലോക ഭരിക്കಲು ഈ ദുനിയാവ് ആകാശ ഭൂമി എല്ലാം ഭരിക്കಲು രാജാവാದ അല്ലാഹു മാത്ര ചൊല്ല ചിന്ത അല്ലാഹു വലിയവನು ചൊല്ല ചിന്ത പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ എല്ലാ ദോഷ അല്ലാഹു തആല ചെറുദോഷങ്ങൾ മാഫാക്കുക മാത്രമല്ല വമൻഹാതുൽ ഇസ്മി ആ ജംറക്കാത്ത് നിസ്കരിക്കുന്ന ജംറക്കാത്ത് നിസ്കാരം ഉണ്ടല്ലേ ആ നിസ്കാര ഞങ്ങളുടെ ശരീരത്തെ തപ്പു പോടുകൂടില്ല ആ മനുഷ്യന് തപ്പായ ചിന്ത തപ്പാക്കണു ഹറാമാക്കണു ചൊല്ല ചിന്ത ആ മനുഷ്യനെ കൽബിൽ പണ്ടില്ല തപ്പുടെയും ഈ മനുഷ്യനെയും ഇടയിൽ ഒരു മഴയായിട്ട് ഈ നിസ്കാരം നിൽക്കണ് അപ്പൊ മാറി നിൽക്കും ഞങ്ങളുടെ തടിയിലെ തടി ജംറക്കാത്ത് നിസ്കാര ഞങ്ങളുടെ ശരീരവും തപ്പും ഒരു സൈഡിൽ മാറി നിൽക്കണ് അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റവാഹു തുർമുദി അല്ലാഹു തആല ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും സാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാവട്ടെ ഇതിനെല്ലാത്തിനും സവാബും ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെ ബാപ്പയുടെയും ഉമ്മയുടെയും പെഞ്ഞയുടെ കുടുംബത്തിൽ മരിച്ച സർവ്വ ഹദ്റത്തുകൾ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അല്ലാഹുവേ നാല് ഖബറിൽ നേരം പോകാത്ത ഒരു അമലുടെ കൂട്ടത്തിൽ ഇപ്പോഴാണ് ചെലവഴിച്ച ഈ 10 മിനിറ്റ് ടൈമുണ്ട് അതിന്റെ കൂട്ടത്തിൽ പിടിച്ച് അനുഗ്രഹിക്കണം അല്ലാഹുവേ നിസ്കരിച്ച നിസ്കാരങ്ങ പിടിച്ച നോമ്പുകൾ കൊടുത്ത സക്കാത്തുകൾ ചൊല്ലിരിക്കുന്ന സ്വലാത്ത് ഓതി ഖുർആനുക ദുആകളെല്ലാം കബൂൽ ചെയ്ത് നാളെ സ്വർഗ്ഗത്തിൽ ഖബറിലോ സ്വർഗ്ഗം കണ്ട് സന്തോഷിക്കുന്നതിനാകും തൗഫീഖ് നൽകുന്നു അല്ലാഹ് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് ഈ ദുനിയാവിലെ സന്തോഷത്തോടെ മുത്തനബിയുടെ മുഖം കണ്ടിട്ട് സ്വർഗ്ഗം കണ്ട് ചിരിച്ച് ഇവിടെ പറയുന്നു നമുക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ അല്ലാഹുവേ എല്ലാ ഗീബത്ത് ചൊല്ലിട്ട് നമീമത്ത് ചൊല്ലിട്ട് ഫിത്ന ആക്കിയിട്ട് ഫസാദാക്കിയിട്ട് ആലിമീങ്ങളെ കുറ്റം ചൊല്ലിട്ട് മറ്റുള്ളവരെ എല്ലാ ഫിത്ന നമീമത്ത് എന്നിട്ട് ജീവിക്കുന്ന ആത്മാരുടെ കൂട്ടത്തിൽ ആരെയും നീ പെടുത്തരുത് റബ്ബേ ഇങ്ങനെല്ലാം ജീവിച്ച് ഒരുപാട് കാലം മുസ്ലിം നാമധാരിയായി ജീവിച്ചിട്ട് ഈമാനില്ലാത്ത ചത്തുപോണ്ട് മുസ്ലിമീങ്ങളിൽ ആരെയും നീ പെടുത്തരുത് അല്ലാഹ് ഈ വെള്ളിയാഴ്ച നാളിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ യഥാർത്ഥ മുത്തഖിയായി ശുദ്ധിയുള്ള സമയത്ത് ഒന്നോടുകൂടി വിട പറയാൻ നമുക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നമ്മുടെ മക്കളെ നീ സ്വാലിഹാക്കണം അല്ലാഹ് വാപ്പുമ്മാന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സ്വാലിഹായ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നീ പെടുത്തണം അല്ലാഹ് മക്കൾ കാരണമായി നരകത്തിന്റെ മക്കൾ കാരണമായി അല്ലാഹുവേ നരകത്തിൽ പോകുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും നീ എത്തിക്കരുത് അല്ലാഹ് രോഗം തന്നേ ആരെയും നീ പരീക്ഷിക്കരുത് റബ്ബേ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവരുടെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശം നീ ഹാസിലാക്കണം അല്ലാഹ് ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണം അല്ലാഹ് പടച്ച തമ്പുരാനെ അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ് ഉള്ള ജോലി ഹൈറാനുകൾ നീ നിലനിർത്തണം അല്ലാഹ് ജോലിയില്ലാത്ത ആൾക്കാർക്ക് ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഒരുപാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ എല്ലാവരുടെ കടങ്ങൾ പെട്ടെന്ന് വീടാനുള്ള റഹ്മത്തിന്റെ വശികൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹ് നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നാഫിയായ രണ്ട് വിദ്യാഭ്യാസവും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد